ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കണ്ണൂർ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണിയാണ്. അതിനായി 1 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുക്കുക. അടുത്തതായി ഒരു ചട്ടിയിൽ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇവ ചേർത്ത് ചെമ്മീൻ അതിലേക്കിട്ട് നന്നായി മസാല ചേർത്ത് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കുക. ശേഷം നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. 4 സവാള, അതിൽ 3 എണ്ണം വലുതായും 1 കനം കുറഞ്ഞും അരിഞ്ഞത്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഹോൾ സ്പൈസസ്, 3 തക്കാളി വലുതായി അരിഞ്ഞത്, ഇവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നീട് 4 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 വെളുത്തുള്ളി, ഇവയെല്ലാം മിക്സിയിൽ പേസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ചെറുതായി കനം കുറഞ്ഞരിഞ്ഞ സവാള ഒന്ന് നെയ്യിൽ വറുത്തുകോരി വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഇവയും നെയ്യിൽ വറുത്തുകോരി മാറ്റി വെക്കാം. ശേഷം നമുക്ക് ആദ്യം റൈസ് ഉണ്ടാക്കാം. അതിന് ഒരു കുക്കർ വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഹോൾ സ്പൈസസ് റോസ്റ്റ് ചെയ്തെടുക്കുക. അതുപോലെ നമ്മുടെ അരി 1 കിലോ കൈമ റൈസ് കഴുകി വൃത്തിയാക്കിയത് അതിലേക്കിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആയി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് വെള്ളം ചേർക്കാം. 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. ചൂടാക്കിയ വെള്ളമാണ് നാം ഇതിലേക്ക് ചേർക്കേണ്ടത്. ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കുക്കർ അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുന്നതുവരെയാണ് വേവിക്കേണ്ടത്. പിന്നീട് നമുക്ക് ഈ സമയത്ത് ചെമ്മീൻ റോസ്റ്റ് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. ശേഷം നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല ഉണ്ടാക്കിയെടുക്കാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഹോൾ സ്പൈസസ് ഇടുക. പിന്നീട് ബാക്കിയുള്ള ഉള്ളി കൂടി ചേർത്ത് അതിലേക്ക് ലേശം ഉപ്പ് കൂടി ഇട്ട് നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ സോട്ട് ചെയ്തെടുക്കണം. ശേഷം നമ്മൾ പേസ്റ്റാക്കി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതിലേക്ക് ആഡ് ചെയ്യുക. ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴേക്കും അതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം കുറച്ച് സമയം വീണ്ടും സോട്ട് ചെയ്യുക. പിന്നീട് നമുക്കതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ബിരിയാണി മസാല, ഗരം മസാല, ഇത്രയും പൊടികളാണ് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത്. പൊടികളൊന്നും അമിതമായി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം ചെറിയ അളവിൽ മാത്രം ആഡ് ചെയ്യുക. ഫ്ലെയിം കുറച്ച് വെച്ച് നന്നായി മിക്സ് ചെയ്യുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. പിന്നീട് മല്ലിയിലയും പുതിനയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ദം ഇടാനായി ഒരു പാത്രമെടുത്ത് അതിലേക്ക് ആദ്യം 1 ലെയർ റൈസ് നിരത്തി കൊടുക്കാം. ഞാനിവിടെ 2 ലെയറായാണ് സെറ്റ് ചെയ്തത്. നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് 2ഓ 3ഓ ലെയറായി ദം ഇടാവുന്നതാണ്. ആദ്യം 1 ലെയർ പൂർണ്ണമായും റൈസ് നിരത്തി കൊടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല വിതറി കൊടുക്കാം. കുറച്ച് ബിരിയാണി മസാല കൂടെ ആ റൈസിന് മുകളിലേക്കായി ഇട്ട് കൊടുക്കാം. ശേഷം നാം ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നീട് ചെറുതായി അരിഞ്ഞ പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് കൂടി നമുക്കതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായി നമ്മുടെ മസാലയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ 2 ലെയർ മാത്രം ചെയ്യുന്നത് കാരണം മുഴുവൻ മസാലയും ഈ ഒരു ലെയറിൽ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. മസാല പൂർണ്ണമായും ചേർത്ത് കഴിഞ്ഞ ശേഷം അതിന് മുകളിലായി അടുത്ത ലെയർ റൈസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ബാക്കി വരുന്ന റൈസ് മുഴുവനായി നമുക്ക് ഇതിന് മുകളിൽ നിരത്തി കൊടുക്കാം.
ശേഷം അതിന് മുകളിലായി നമുക്ക് മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഒനിയൻ ഇവയെല്ലാം ചേർത്ത് കൊടുക്കാം. ശേഷം ഏറ്റവും മുകളിലായി കുറച്ച് ബിരിയാണി മസാലയും ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് കൂടി അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം പാത്രം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുറച്ചു സമയം ആവി കയറ്റി എടുക്കേണ്ടതാണ്. എന്നിട്ട് തുറന്നു നോക്കുമ്പോൾ സ്വാദൂറുന്ന ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡിയാണ്. അതിന് സൈഡ് ഡിഷായി കഴിക്കാൻ ഇവിടെ കുറച്ച് സാലഡും അച്ചാറും അതുപോലെ തന്നെ നാം ഉണ്ടാക്കിയ ചെമ്മീനിൻ്റെ തല വറ്റിച്ചെടുത്തതും അയില പൊരിച്ചതുമുണ്ട്. കുറച്ച് ചെമ്മീൻ ബിരിയാണി പ്ലേറ്റിലേക്ക് എടുത്ത് ഈ സൈഡ് ഡിഷ് എല്ലാം ചേർത്ത് കഴിച്ചാൽ വളരെ സ്വാദിഷ്ടമായ കണ്ണൂർ സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി റെഡിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി റെസിപ്പിയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ട്രൈ ദിസ് അറ്റ് യുവർ ഹോം. താങ്ക് യു.